ഈ ഒരു പാട്ട് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ ഈ ഒരു സോങ്ങിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബൂ ജാഫർ അൽ മൻസൂർ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന്റെ അടുത്തേക്ക് ഒരുപാട് കവികൾ വരുമായിരുന്നു. ഇദ്ദേഹം ഏതൊരു കവിതയും ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും തെറ്റാതെ തിരിച്ചു ചൊല്ലുമായിരുന്നു. എന്നിട്ട് കവിത ചൊല്ലിയ കവിയോട്, ഞാൻ ഈ കവിത ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാവശ്യം സമ്മാനമില്ല. അങ്ങനെ ഒരുപാട് കവികൾ ഈ രാജാവിനടുത്ത് വന്ന് കവിതകൾ ആലാപിക്കുന്നു. തോറ്റിട്ട് ഒരു സമ്മാനവും കിട്ടാതെ തിരിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ ഒരിക്കൽ അൽ അസ്മായി എന്നൊരു പേരുള്ള ഒരു കവി അദ്ദേഹത്തിനടുത്ത് വരുന്നു. എന്നിട്ട് രാജാവിനോട് ചോദിക്കുകയാണ്, രാജാവേ, ഞാനൊരു കവിത രചിച്ചിട്ടുണ്ട്. ഈ കവിത നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചു പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കവിത ആലാപിക്കുകയാണ്. ഇങ്ങനെ രാജാവ് ആദ്യമായി നിശബ്ദനാവുന്നു. അദ്ദേഹത്തിന് ആ കവിത തിരിച്ചു ചൊല്ലാൻ പറ്റിയില്ല. വലിയ സന്തോഷത്തോടെ രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് സമ്മാനം വേണം? അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറയുന്നു, എനിക്ക് സ്വർണമോ മറ്റൊന്നും വേണ്ട, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇവിടെ കവിത ചൊല്ലാൻ വരുന്ന ഓരോ വ്യക്തിക്കും അവർ തിരിച്ചു പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. ഇതിനുശേഷം ആ രാജാവ് എല്ലാ കവികൾക്കും സമ്മാനം കൊടുക്കുമായിരുന്നു.